ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് 100 ഡേയ്സ് ചലഞ്ചിലെ 19ാമത്തെ ദിവസമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ ഈ ആഴ്ചയിൽ നമ്മുടെ ലോക ചരിത്രത്തിലെ ഭാഗങ്ങളെല്ലാം 19ാമത്തെ ദിവസം കൊണ്ട് പൂർത്തിയാവുകയാണ്. അപ്പോൾ 20-21 തീയതികളിൽ റിവിഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നാളെയും മറ്റന്നാളും റിവിഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ 19ാം തീയതിയാണ് ഇന്ന് നമ്മൾ മെസപ്പൊട്ടേമിയ സംസ്കാരം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ 6ാം ക്ലാസ്സിലെ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററും കൂടെ പഠിക്കണം. പിന്നെ ഇംഗ്ലീഷ് നമ്മൾ ടെൻസ് ആയിരുന്നു പറഞ്ഞത്, അത് 21ാം തീയതിക്കുള്ളിൽ പഠിച്ചു തീർത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് മെസപ്പൊട്ടേമിയൻ സംസ്കാരം നോക്കിയാലോ. മെസപ്പൊട്ടേമിയൻ സംസ്കാരം ലോകത്തിലെ തന്നെ ആദ്യത്തെ നാഗരിക സംസ്കാരമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. സംസ്കാരത്തിൻ്റെ മൂശ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. പിന്നെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഇറാഖാണ്. 2 നദികൾക്കിടയിലാണ് ഇത് ഉടലെടുത്തിട്ടുള്ളത്. മെസപ്പൊട്ടേമിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. അപ്പോൾ 2 നദികൾ ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളാണ്. അപ്പോൾ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ഈ 2 നദികളും അർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ആരംഭിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന നദികളാണ്. ഓക്കെ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ അർമീനിയൻ അർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്നവയാണ് ഈ 2 നദികളും. അടുത്തത് മെസപ്പൊട്ടേമിയയിലെ ആദ്യത്തെ സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം. ഈ സുമേറിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ്. കറുത്ത തലയുള്ളവൻ. അതുപോലെ ഈ സുമേറിയക്കാരുടെ പ്രധാന ദേവതയാണ് നന്നാർ ദേവത, അതുപോലെ അനു, സ്കൈ ഗോഡ് എന്നാണ് അതറിയപ്പെടുന്നത്. മെസപ്പൊട്ടേമിയയിൽ നിലനിന്നിരുന്ന ഒരു 4 പ്രധാന സംസ്കാരങ്ങളുണ്ടായിരുന്നു. അവയാണ് സുമേറിയൻ സംസ്കാരം, അത് നമ്മൾ ഓൾറെഡി ആദ്യത്തെയാണെന്ന് പറഞ്ഞു. പിന്നെ കാൽഡിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം. മെസപ്പൊട്ടേമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് 5 എണ്ണം. ഉർ നഗരം, ലഗാഷ്, നിപ്പൂർ, ഉമ്മ, ഉറൂക്ക്. ഈ നഗരങ്ങളാണ് പ്രധാനമായിട്ട് മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന നഗരങ്ങൾ. ഉർ നഗരം ഉദ്ഖനനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് ലിയോനാർഡ് വൂളി. മെസപ്പൊട്ടേമിയൻ ജനതയുടെ ആരാധനാലയം അറിയപ്പെട്ടിരുന്നത് സിഗുറാത്തുകൾ എന്നാണ്. ഉർ നഗരത്തിലെ സിഗുറാത്ത് വളരെ പ്രശസ്തമായ ഒന്നാണ്, ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. മെസപ്പൊട്ടേമിയക്കാരുടെ നിർമ്മാണ വൈഭവം സിഗറാത്തുകൾ കണ്ടാൽ മനസ്സിലാവും. ഇനി ബാബിലോൺ. അക്കാദിയൻ ഭാഷയിൽ ബാബിലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കവാടം എന്നാണ്. ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. നമ്മൾ കേട്ടിട്ടുണ്ടാവും, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ആ നയം കൊണ്ടുവന്നത് ഹമ്മുറാബിയാണ്. 1792 BC തൊട്ടിട്ട് 1750 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ഹമ്മുറാബിയുടെ ഭരണമുണ്ടായിരുന്നത്. മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം എന്ന പേരിലാണ്. ഈ ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിയയിലാണ്. ക്യൂണിഫോം ലിപിയുടെ ആകൃതി ആപ്പിൻ്റെ ആകൃതിയാണ് ക്യൂണിഫോം ലിപിയുടെ ആകൃതി. ഇനി ഇത് വിശദീകരിച്ച ഗവേഷകൻ്റെ പേരാണ്, ക്യൂണിഫോം ലിപി വിശദീകരിച്ച ഗവേഷകനാണ് ഹെൻറി റാലിങ്സൺ. ഇനി നമ്മൾ ഈ ക്യൂണിഫോം ലിപി എഴുതുന്നത് കളിമണ്ണ് കൊണ്ടുള്ള ഫലകത്തിൻ്റെ മുകളിലാണ്. കൂർത്ത എഴുത്താണിയൊക്കെ ഉപയോഗിച്ച് അത് എഴുതിയതിന് ശേഷം ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഇതുപോലുള്ള കുറേ ശേഖരങ്ങൾ പണ്ടത്തെയൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി അവർ കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കലണ്ടറിൽ ഒരു വർഷത്തിൽ 12 മാസങ്ങളും ഒരു മാസത്തിൽ 4 ആഴ്ചകളുമായിട്ട് അവർ വിഭജിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ട് കണക്കാക്കിയിരുന്നു അവർ. അപ്പോൾ ഇത്രയാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിൽ സിലബസ് വൈസ് ടോപ്പിക്ക് ഇത് പഠിക്കുക. അതുപോലെ ഇന്ന് പഠിക്കേണ്ടത് 6ാം ക്ലാസ്സിലെ സയൻസ് 4ാമത്തെ ചാപ്റ്റർ റിവിഷനായിട്ട് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുള്ളത് 21ാം തീയതിക്കുള്ളിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നോക്കി പഠിച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ നാളെയും മറ്റന്നാൾ 20-21 ദിവസങ്ങളിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ മോക്ക് ടെസ്റ്റ് 21ാമത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതും എഴുതി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്